നമ്മളെല്ലാവരും ഇന്ന് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ, കിട്ടുന്ന സാധ്യതകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മീറ്റിങ്ങുകളിൽ ജോയിൻ ചെയ്യുന്നത്, കയറിയിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളോട് കൈമാറുകയാണ്. നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു കർത്താവുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും കരയുന്നുണ്ടോ, നിലവിളിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു കർത്താവുണ്ട്. അവർക്ക് വേണ്ടി മറുപടി അയക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ പറയുകയാണ് സങ്കീർത്തനക്കാരൻ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ദാവീദ് എഴുതുന്ന സങ്കീർത്തനമാണ്. അതിന്റെ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ തൻ്റെ മകനായ അബ്ശാലോമിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ആ സാഹചര്യത്തിൽ അതിനകത്തു വെച്ച് താൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ, താൻ എങ്ങനെ ഈ പ്രശ്നത്തെ മുന്നിൽ വന്ന ഈ പ്രതികൂലത്തെ രക്ഷപ്പെടുമെന്നറിയാതെ ദൈവത്തോട് പാടിയല്ല, ദൈവത്തിനോട് പറഞ്ഞ ഒരു ഭാഗമാണ്, പദമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പലപ്പോഴും നമ്മൾ എത്രയൊക്കെ ഉച്ചത്തിൽ നിലവിളിച്ചാലും മാനുഷികമായ ആൾക്കാർ അല്ലെ മനുഷ്യർ കേൾക്കാൻ കഴിയാതെ മാറിയിരിക്കുമ്പോൾ, നമ്മുടെ കരച്ചിലുകൾ കാണാതെ മാറിപ്പോകുമ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത്, എൻ്റെ പ്രസംഗത്തിനകത്ത് നിങ്ങളോട് പറയാനുള്ളൊരു പദം വിശുദ്ധ പർവ്വതം. ആമേൻ. പർവ്വതത്തിനകത്തു നിന്ന് ഉത്തരമരുളുന്ന ഒരു കർത്താവ്. പർവ്വതം എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്ന സ്ഥലത്തെ പറ്റിയാണ്. പർവ്വതത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഉയർന്നത്, ഏറ്റവും ഉയരത്തിലിരിക്കുന്നതിനെ പറ്റിയാണ് സാധാരണ പർവ്വതം. അല്ലെങ്കിൽ ഈ പർവ്വതത്തിനകത്ത് എന്ന് വെച്ചാൽ ഉയർന്നിരിക്കുന്ന ഒരിടത്തു നിന്ന്, ഉയരത്തിൽ നിന്ന് നിനക്ക് ഉത്തരമരുളുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാണ്. നീ താഴെ ഇരുന്ന് നിലവിളിക്കുമ്പോൾ, നീ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ താഴെ ഇരുന്ന് കരയുമ്പോ നിനക്കുള്ള മറുപടി വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. മാനുഷികമായ സാധ്യതകളിൽ നിന്നല്ല, മാനുഷികമായ ഒരിടത്തു നിന്നല്ല, മാനുഷികമായ ഒരു സാധ്യതകളിൽ നിന്നല്ല നിനക്ക് മറുപടി വരുന്നത്. നിനക്ക് മറുപടി വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഒരു ദൈവ മനുഷ്യൻ തിരിച്ചറിയേണ്ട, ഒരു ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിന്റെ നിലവിളിക്ക് മുന്നിൽ ഹല്ലേലൂയ വഴി തുറക്കുന്നത് മാനുഷിക സാധ്യതകളല്ല. നീ ഒരു വിഷയത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ വഴി തുറക്കുന്നത് ഒരു ഓഫീസുകളിൽ നിന്നല്ല, ഒരു പഞ്ചായത്തുകളിൽ നിന്നല്ല, ഒരു മറ്റിടങ്ങളിൽ നിന്നല്ല. നീ ആശ്രയിക്കുന്ന മാനുഷിക ഇടങ്ങളിൽ നിന്നല്ല നിനക്ക് വഴി തുറക്കുന്നത്. നിനക്ക് വഴി തുറക്കുന്ന ഒരു പർവ്വതമുണ്ട്. നിനക്ക് വഴി തുറക്കുവാൻ ഒരു വിശുദ്ധ പർവ്വതമുണ്ട്. നിനക്ക് വഴി തുറക്കുന്ന ഒരു ഉയരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏതെല്ലാം പൈശാചിക ശക്തികൾക്കും ഒതുക്കുവാൻ കഴിയാത്തൊരിട, ഒരു പൈശാചിക മേഖലകൾക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരിടമാണ് ഉയരത്തിലെ. ഹല്ലേലൂയ. ഉയരത്തിൽ ഹല്ലേലൂയ ഒരുത്തർക്കും അടയ്ക്കുവാൻ കഴിയാത്ത, ഒരുത്തർക്കും പിടിച്ചു വെക്കുവാൻ കഴിയാത്ത, ഹല്ലേലൂയ ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു ഇടമാണ് വിശുദ്ധ പർവ്വതം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. അപ്പൊ ഈ പർവ്വതത്തിനകത്ത് ഹല്ലേലൂയ നിനക്കൊരു മറുപടിയുണ്ട്. പക്ഷെ ഈ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാൻ, അല്ലെ പർവ്വതത്തിലേക്ക് കയറുവാൻ അല്പ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇന്ന് നേരെയുള്ള ഇടത്ത് പോലും കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, നടക്കാൻ നമുക്ക് മടി അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഉയരത്തിലേക്കൊക്കെ കയറുക, അല്ലെ ഉയരത്തിലേക്കൊക്കെ കയറുക, പർവ്വതത്തിലേക്കൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ അല്പ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഈ പ്രയാസം നീ വകവെക്കാതെ നീ ഉയരത്തിലേക്ക് കയറാൻ തയ്യാറായാൽ, ഈ പർവ്വതത്തിനകത്തേക്ക് കയറാൻ തയ്യാറായാൽ, ഞാൻ പറയാം, നിന്റെ നിലവിളിയുടെ കരച്ചിലിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവ ഉയരത്തിൽ നിന്നുള്ള മറുപടി. അതുകൊണ്ട് സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് സഹായിപ്പാൻ അവിടെ ഒരു കരമുണ്ടെന്ന്, എനിക്ക് വേണ്ടി ഇടപെടുവാൻ അവിടെ ഒരു
ദൈവമുണ്ടെന്ന് ഞാൻ ഉയർത്തുന്ന പർവ്വതത്തിനകത്ത് 121 സങ്കീർത്തനം 1-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുക. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അവിടെ നിന്ന് വരൂ. എൻ്റെ സഹായം അവിടെയാണ്. മാനുഷികമായ താഴ്ചയിലല്ല, ഹല്ലേലൂയ, മാനുഷികമായ താഴ്വരകളിലല്ല, മാനുഷികമായ ഇടങ്ങളിലല്ല നിനക്കുള്ള സഹായം. നിനക്കുള്ള സഹായം ഉയരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്നൊരു രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? എനിക്കുള്ള സഹായം ഉയരത്തിൽ നിന്ന് പുറപ്പെടൂ. ഹല്ലേലൂയ. ആർക്കും തുറക്കുവാൻ കഴിയാത്ത, ആർക്കും കൊണ്ടുതരുവാൻ കഴിയാത്ത ഇടത്തു നിന്ന്, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത എന്തോ ഇന്ന് പരിശുദ്ധ ആത്മാവ് ആരോടോ ശക്തമായി ഇടപെടുകയാ. ആർക്കും മറുപടി തരാൻ കഴിയാത്ത ഇടത്തേക്ക് നിന്റെ കണ്ണുനീര് ചെന്ന, അവിടേക്ക് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട ഉയരത്തിൽ നിന്നുള്ള മറുപടി. ഓ, ഇന്ന് രാത്രി ആർക്കോ വേണ്ടി സ്വർഗം തുറക്കുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ. സ്വീകരിച്ചോ, സ്വർഗം തുറക്കുകയാ. ചില മറുപടി ഉയരത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നെന്ന്, ചില മറുപടി ഉയരത്തിൽ നിന്ന്. ഹല്ലേലൂയ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തുറന്നിടുന്നല്ലോ ഞാൻ കാണുന്നു. സ്വർഗം തുറക്കുന്നത് പോലെ സ്വർഗം തുറന്ന ചില മറുപടിയുടെ റിസൾട്ട്. വലിയ വലിയ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ഞാൻ കാണുകയാ. ആത്മാവിന്റെ പകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ചില മറുപടി ഉയരത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നിന്റെ മറുപടി ഉയരത്തിൽ നിന്ന്, നിന്റെ മറുപടി പർവ്വതത്തിൽ. നീ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ, പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നിനക്കുള്ള സഹായം അവിടെ ഉണ്ടാകും. പക്ഷെ പലപ്പോഴും പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ കഴിയുന്നില്ല, പർവ്വതത്തിലേക്ക് കയറുവാൻ കഴിയുന്നില്ല. മടി കൊണ്ട്, അല്ലെ സാധ്യത കൊണ്ട്, സാഹചര്യം കൊണ്ട്, മടുപ്പ് കൊണ്ട് കയറുവാൻ കഴിയുന്നില്ല. താഴെ നിന്ന്, താഴത്തെ അന്തരീക്ഷത്തിനകത്ത് നീ കണ്ണുകൾ ചുറ്റും സഹായം അന്വേഷിക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ പറയാ, നീ സഹായം അന്വേഷിച്ച കരങ്ങളെല്ലാം അടഞ്ഞു പോകുമ്പോ, നീ സഹായം ചോദിച്ച വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു ഉയരത്തിൽ നിന്ന് നിനക്ക് സഹായം. കണ്ണുകൾ ഉയർത്താൻ തയ്യാറാണോ? കണ്ണുകൾ ഉയർത്താൻ തയ്യാറാണോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്. എനിക്ക് ഹല്ലേലൂയ മറ്റെവിടേക്ക് ഉയർത്തുവാനില്ല, മറ്റാരെയും നോക്കുവാനില്ല. എനിക്ക് ഉയർത്താൻ പർവ്വതങ്ങളിലേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക്. ദൈവമക്കളെ, പർവ്വതത്തിന്, ഉയരത്തിന്, ഹല്ലേലൂയ, ചില മേഖലകളിൽ നിന്നെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. പർവ്വതത്തിൽ നിനക്കൊരു വിടുതലുണ്ടെന്ന്. ഹല്ലേലൂയ. പർവ്വതത്തിൽ നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. പർവ്വതത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. ഉയരത്തിൽ നിനക്കൊരു ദൈവപ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പർവ്വതത്തിനകത്ത് ചില വിടുതലുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടി പർവ്വതത്തിനകത്ത് ചില ദൈവപ്രവൃത്തികൾ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പർവ്വതത്തിനകത്ത് ചില കൺ തുറന്ന് നോക്കുമ്പോൾ കാണത്തക്ക നിലയിൽ പർവ്വതത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കയറി വരാൻ തയ്യാറാണോ? കയറി വരാൻ തയ്യാറാണോ? വചനം എഴുതി വെച്ച യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ഹല്ലേലൂയ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? റെഡിയാണോ? ചില പർവ്വതങ്ങളെ ചവിട്ടി കയറുവാൻ, ചില പ്രതികൂലങ്ങൾക്കകത്തുകൂടെ നടന്നു കയറുവാൻ, ചില പ്രതിസന്ധിക്കകത്തുകൂടെ ക്ഷീണിച്ചു പോകാതെ, തകർന്നു പോകാതെ, മടുത്തു പോകാതെ നീ കയറിച്ചെല്ലാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന മഹത്വത്തെ നിനക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന വിടുതലുകളെ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന സമയമുണ്ടെന്ന്. ഹല്ലേലൂയ. മടുത്തു പിന്മാറിയ ചില മേഖലകളില്ലേ, ഇന്ന് രാത്രി കർത്താവിനോട് പറക്ക, അപ്പാ ഞാൻ തയ്യാറാണ്. ഈ പ്രതികൂലത്തിനകത്തുകൂടെ ചവിട്ടി കയറാൻ ഞാൻ തയ്യാറാ. ഈ പ്രതിസന്ധിക്കകത്തുകൂടെ ഞാൻ കയറി വരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആ മഹത്വം വെളിപ്പെടുത്തിയത് കാണാൻ.
ചില പർവ്വതങ്ങൾ ചവിട്ടി കയറുവാൻ, ഹല്ലേലൂയ, ചില പർവ്വതങ്ങൾ ചവിട്ടി കയറുവാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇതുകൊണ്ട് പറയുന്നത്, ഞാൻ നിന്നെ പുതിയ മെതിവണ്ടിയാക്കുന്നത് എന്തിനാ? ചില പർവ്വതങ്ങളെ പൊടിക്കുവാൻ, അതിനെ മെതിച്ചു കയറുവാൻ. ചില പർവ്വതങ്ങൾ കണ്ട് ഭയന്ന് പിന്മാറിയോ? ഹല്ലേലൂയ. ചില ഉയർച്ച കണ്ട് നീ ഹല്ലേലൂയ ഇത് കയറണമോ ബുദ്ധിമുട്ട് നോക്കി നീ പിന്മാറിയോ? നോ. പർവ്വതത്തിനകത്തേക്ക് നീ കയറിച്ചല്ല. നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി അവിടെ കാത്തിരിക്കുന്നു. പർവ്വതത്തിനകത്ത് നിനക്കൊരു മഹത്വം വെളിപ്പെടും. പർവ്വതത്തിനകത്ത്. ഹല്ലേലൂയ. പലപ്പോഴും പർവ്വത സമമായ പ്രശ്നങ്ങൾ കാണുമ്പോൾ, പർവ്വത സമമായ പ്രതികൂലം കാണുമ്പോൾ, അപ്പാ എനിക്ക് നടന്നു കയറാൻ കഴിയുന്നില്ല, എനിക്കിത് ചവിട്ടിക്കയറുവാൻ കഴിയുന്നില്ല, ഈ പ്രശ്നത്തിനകത്തുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും പിന്മാറുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒത്തിരി 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 ആത്മാർത്ഥതയോടെ നിങ്ങളോട് കൈമാറാം. പർവ്വതത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു വിടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പർവ്വതത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി കാത്തിരിപ്പുണ്ട്. നീ പോലും അറിയാതെ ഞാൻ ഇങ്ങനെ പറയാ, നീ താഴേന്ന് കഷ്ടപ്പെട്ട് നടന്ന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോ, നീ താഴേന്ന് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോ നീ പോലും അറിയാത്തൊരു ദൈവപ്രവൃത്തി പർവ്വതത്തിനകത്ത്. ഇന്ന് രാത്രി ചിലരുടെ കാലുകൾക്കൊക്കെ ചിലതിനെ ചവിട്ടി കയറാൻ ഒരു ബലത്തെ കർത്താവ് കൈമാറുകയാ. ചിലരുടെ കാലുകൾക്കൊരു ബലം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ശിവാന്റി പ്രാർത്ഥിച്ചോ. ഇനിയുള്ള 3 മാസം ചില പർവ്വതങ്ങൾ ചവിട്ടിക്കയറുന്ന മാസങ്ങളാ. അതിനപ്പുറത്തൊരു മഹത്വം ഇരിപ്പുണ്ട്. അതിനപ്പുറത്തൊരു വിടുതൽ കാത്തിരിപ്പുണ്ട്. അത് കാണുവാൻ ദൈവം നിന്നെ ചില മേഖലകളിലേക്ക് ഹല്ലേലൂയ ബലത്തോടെ കൊണ്ടുപോകുന്ന. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതൊന്നും കൂടെ മനസ്സിലാകുവാൻ ഞാൻ നിങ്ങളൊരു വേദഭാഗം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ആരാ വായിക്കുന്നൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14. ആമേൻ. മതി ആന്റി. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. അടുത്ത പദം നിങ്ങൾ ഒത്തിരി ശ്രദ്ധയോടെ കേൾക്കണമേ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ആമേൻ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. നീ കഷ്ടപ്പെട്ട് നടന്നു കയറിയില്ലേ അബ്രഹാമേ? നീ വേദനിച്ച് നടന്നു കയറിയില്ലേ അബ്രഹാമേ? നൊമ്പരപ്പെട്ട് ഹല്ലേലൂയ നെഞ്ചു കീറി മുറിക്കുന്ന സങ്കടത്തോടെ നടന്നു കയറിയില്ലേ അബ്രഹാമേ? വിഷമിക്കണ്ട. കയറി ചെല്ലുന്ന പർവ്വതത്തിനകത്ത് യഹോവ പ്രത്യക്ഷനാകുമെന്ന്. എനിക്കറിയത്തില്ല എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ഈ വചനം ആഴമായി കയറുന്നുണ്ടെന്ന്, എത്ര പേരുടെ ഹൃദയത്തിനകത്തേക്ക് വചനം ശക്തിയോടെ ഇറങ്ങുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പർവ്വതത്തിനകത്തേക്ക് കയറി ചെന്നാലേ യഹോവ പ്രത്യക്ഷനാകുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
പർവ്വതത്തിനകത്തേക്ക് കയറി ചെന്നാൽ യഹോവ പ്രത്യക്ഷനാകും. അവിടെ നിനക്ക് വേണ്ടി ഒരു ദൈവ കരുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിനക്ക് വേണ്ടി ഒരു ദൈവ കരുതൽ, ഹല്ലേലൂയ, ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രശ്നത്തിനകത്ത്, നിന്റെ പ്രതികൂലത്തിനകത്ത്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശപ്പെടുന്ന വിഷയത്തിനകത്ത്, ചില പർവ്വതത്തിനകത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ, നീ പോലും ചിന്തിക്കാതെ, ഹല്ലേലൂയ, നിനക്ക് നനയ്ക്കാൻ കഴിയാത്ത, നിനക്ക് ആലോചിക്കാൻ കഴിയാത്ത ചില വിടുതലുകൾ. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി യഹോവ പ്രത്യക്ഷപ്പെടുകയാ. ആർക്കൊക്കെയോ വേണ്ടി യഹോവ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒത്തിരി ശക്തമായി ഇടപെടുന്നല്ലോ. ആരുടെയൊക്കെയോ ചില വിഷയത്തിനകത്ത് യഹോവ പ്രത്യക്ഷനാകുന്നു. പർവ്വതം കയറാൻ തയ്യാറാണോ? ഈ പ്രതിസന്ധിക്കകത്ത് കയറി ചെല്ലാൻ തയ്യാറാണോ? മടി കൂടാതെ യഹോവയുടെ വാക്കനുസരിച്ച് നീ കയറി ചെന്നാൽ, ഹല്ലേലൂയ, യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പർവ്വതത്തിനകത്ത് ഒരു കരുതലുണ്ട്. വായിച്ച കുറിവാക്യം, വിശുദ്ധ പർവ്വതത്തിൽ നിലവിളി കേൾക്കും. 2, പർവ്വതത്തിനകത്ത് ഒരു കരുതൽ വെളിപ്പെടും. വിശുദ്ധ പർവ്വതത്തിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്. 2, ഈ പർവ്വതത്തിനകത്ത് നിനക്കൊരു കരുതലുണ്ട്. അബ്രഹാം യഹോവയുടെ വാക്ക് അനുസരിച്ചു. 22-ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നത്. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ അവിടെ വായിച്ചു തുടങ്ങുന്നത്. അപ്പം ഈ ചില പർവ്വതങ്ങളൊക്കെ ജീവിതത്തിന് മുന്നിൽ വരുന്നത് നിന്റെ തകർച്ചയ്ക്കല്ല, നീ ഇവിടെ കയറി വരുമോ എന്ന് പരീക്ഷിക്കാൻ, നീ ഇതിനകത്ത് കയറുമോ എന്ന് പരീക്ഷിക്കാൻ. ഹല്ലേലൂയ. നീ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഏതറ്റം വരെ വരുമെന്ന് പരീക്ഷിക്കാൻ. ഓ റാബ ഹസതേരിയ ആൽബാർദന പ്രഭാരിയ ഹർദരഘടകസി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, റാഖസതലമന ഹസ്തേരിയാദന, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ഏതറ്റം വരെ വരുമെന്ന് നിന്നെ പരീക്ഷിക്കാൻ. നീ ഇവിടെ കയറി വരുമോ? ഇല്ലയോ? നീ ഇവിടെ കയറി വരുമോ? അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു പ്രതികൂല പരീക്ഷ കർത്താവ് കൊണ്ടിട്ട്, വലിയൊരു പരീക്ഷ കൊണ്ടിട്ട് ചോദിച്ചു നോക്കിയേ, എല്ലാവരും ഏറ്റവും കൂടുതൽ മടിക്കുന്ന കാര്യം, നീ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ നോക്കിക്കേ. അപ്പൊ എത്രമാത്രം വേദന വരുമല്ലേ, ഹല്ലേലൂയ, എത്രമാത്രം സങ്കടം വരുമല്ലേ, ഹല്ലേലൂയ, ഈ മകനെ കൊടുക്കാൻ. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് ചിന്തിക്കുകയാണേ, ഇത് പറയുമ്പോൾ ഹല്ലേലൂയ, യഹോവയുടെ പർവ്വതത്തിൽ അബ്രഹാമിന് വേണ്ടി ഒരു കരുതി വെച്ചിട്ട അബ്രഹാമിനെ പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൽപ്പിച്ചാക്കുമെന്ന്. ഹല്ലേലൂയ. അബ്രഹാമേ, ഇത് കേട്ടിട്ട് മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തൻ്റെ മകനെ അടുത്ത വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാതെ തനി മല കയറി വരികയാ. താഴെ വന്നിട്ട് കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക, നിങ്ങൾക്കിവിടം വരെയുള്ളൂ, ഇതിനു മുകളിലേക്ക് ഞാനും എൻ്റെ മകനും. നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ, ഹല്ലേലൂയ, ചില സമയങ്ങളിൽ നീ ഒറ്റയ്ക്കാകുന്ന ചില സമയങ്ങളുണ്ട്.
മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, ഭർത്താവിനെ വിട്ട്, ഭാര്യയെ വിട്ട്, ചില സമയങ്ങളിൽ ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന ചില സമയങ്ങൾ എന്തിനാണെന്നറിയാമോ? ഈ പർവ്വതത്തിനകത്തേക്ക് നീ കയറി വരണം. ഈ പർവ്വതത്തിനകത്തേക്ക് നീ കയറി വരണം. കൂടെയുള്ളവർ വന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണേ, കൂടെയുള്ളവർ എങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെ നോക്കല്ലേ. ഹാലേലുയ. കൂടെയുള്ളവർ വന്നാൽ പറയും, ഹാലേലുയ, യജമാനനെ ഇത്രയും വലിയ പർവ്വതം നമുക്ക് കയറണം. അലശ അങ്ങനെ അവർ പറയും, ഇത്രയും വലിയ പർവ്വതം കയറാനോ? അയ്യോ, അതൊന്നും നടക്കത്തില്ല. പകുതിയാകുമ്പോൾ അവര് ഹാലേലുയ കട്ടയമ്പടം മടക്കി വീട്ടിൽ പോരും. ഹാലേലുയ. പകുതിയാകുമ്പോൾ ഇവർ നിർത്തിയിട്ട് പോരും. പക്ഷേ താനും മകനും മാത്രം. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? വിടുതൽ നടക്കേണ്ടത് പർവ്വതത്തിൽ മടി കൂടാതെ കയറി ചെല്ലുന്നവന് വേണ്ടിയാ. വിടുതൽ കാണുന്നത് പർവ്വതത്തിനകത്ത് ധൈര്യത്തോടെ കയറി ചെല്ലുന്നവനാ. ഹല്ലേലൂയ. വിടുതൽ കാണുന്നത് പ്രശ്നത്തിന്റെ മുകളിലൂടെ നടന്നു ചെല്ലുന്നവനാന്ന്. ഹാലേലൂയ. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞ ഹാലേലൂയ, കരുതൽ അനുഭവിക്കുന്നത് സങ്കടത്തെ ചവിട്ടി മെതിച്ച് കയറി ചെല്ലുന്നവനാ. ഹാലേലൂയ. അല്ലെങ്കിൽ എൻ്റെ സങ്കടം കൊണ്ട് ഞാനിവിടെ ഇരിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് വിടുതൽ കാണാൻ കഴിയത്തില്ല. അങ്ങനെ നീ ഇരുന്ന നീ എന്ന് ഈ പ്രശ്നത്തിനകത്ത് കിടക്കും. ഹാലേലൂയ. പക്ഷേ ചില വിടുതലുകൾ കാണണമെങ്കിൽ നീ തനിയെ ചില പർവ്വതങ്ങൾ ചവിട്ടിക്കയറണം. ഇന്ന് രാത്രി എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ചില പർവ്വതങ്ങൾ ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ചില പർവ്വതങ്ങൾ ഇന്ന് നിന്റെ മുന്നിൽ ചവിട്ടിക്കയറുവാൻ ഹാലേലൂയ നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി അതിന്റെ മുകളിലൂടെ കയറിക്കോ. യഹോവ നിനക്ക് അവിടെ പ്രത്യക്ഷനാകോ. യഹോവ നിനക്ക് അവിടെ പ്രത്യക്ഷനാകോ. അവിടെ നിനക്ക് വേണ്ടി കരുതല്, അവിടെ നിനക്ക് വേണ്ടി ഒരു കരുതല്, അവിടെ നിനക്ക് വേണ്ടി ഒരു ദൈവ ശബ്ദം, അവിടെ നീ പോലും അറിയാത്ത ഞാനിങ്ങനെ ചിന്തിക്കുക, അബ്രഹാം ഓരോ ചുവടും വെച്ച് കയറുമ്പോ അബ്രഹാമിന് വേണ്ടിയുള്ള കരുതലുകൾ, അബ്രഹാമിന് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി അങ്ങേ തലക്കൽ വെളിപ്പെട്ടിരിക്കുന്നു. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, ഈ മല ഞാൻ കയറി ചെന്ന, ഈ പ്രതികൂലത്തെ അതിജീവിച്ച് ഞാൻ കയറിയ, എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി അവിടെ ഒളിഞ്ഞിരിക്കുന്നത്, എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി കാത്തിരിക്കുന്നത് ഞാൻ കാണുമെന്ന്. അബ്രഹാമിന് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന്. ഇങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ വിറകെടുക്കത്തില്ലായിരുന്നു, കത്തിയെടുക്കത്തില്ലായിരുന്നു, യാഗത്തിനുള്ള സാമഗ്രികൾ എടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രശ്നമാകുന്ന പർവ്വതം ചവിട്ടിക്കയറി, പ്രശ്നങ്ങളെ ചവിട്ടിക്കയറി ചെന്നാൽ പർവ്വതത്തിന്റെ ഹല്ലേലൂയ അപ്പുറത്ത് നിനക്ക് വേണ്ടി ചിലത് കാത്തിരിക്കുന്നുണ്ട്. പ്രശ്നത്തെ കണ്ട് പിന്മാറണ്ട, രോഗത്തെ കണ്ട് പിന്മാറണ്ട, പ്രതികൂലത്തെ കണ്ട് പിന്മാറണ്ട. ധൈര്യമായി ചവിട്ടിക്കയറ്. ഹല്ലേലൂയ. പർവ്വതത്തിൽ ഹല്ലേലൂയ അവൻ നിനക്ക് പ്രത്യക്ഷനാകോ. ഹല്ലേലൂയ. അവൻ നിനക്ക് പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനായ ഹല്ലേലൂയ നീ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരും. ഒരു ആട്ടുകൊറ്റൻ അവിടെ ഉണ്ടാകുമോ എന്ന് അബ്രഹാമിന് അറിയത്തില്ല. അബ്രഹാമിന് ഒറ്റ കാര്യം അറിയാം, അബ്രഹാം പ്രാരംഭം മുതൽ കർത്താവിന്റെ വാക്കിനെ അങ്ങും ഹല്ലേലൂയ അണുവിട തെറ്റിക്കാതെ അനുസരിക്കുന്ന വ്യക്തിയാ. അണുവിട തെറ്റിക്കത്തില്ല. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു ചാർച്ചക്കാരെ വിട്ടിറങ്ങ, ഒന്നും നോക്കിയില്ല, ഇറങ്ങി. ഓരോ ദൈവത്തിന്റെ വാക്കുകളും ഇന്ന് നിന്നോട് തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അനുസരിക്കാൻ തയ്യാറാണോ? അതിനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെട്ടിരിക്കോ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അടുത്തത് ഹല്ലേലൂയ, ഈ പർവ്വതത്തിൽ യഹോവ പ്രത്യക്ഷനായാൽ
പർവ്വതം നീ ചവിട്ടിക്കയറി, പർവ്വതത്തിൽ നീ പ്രത്യക്ഷനായ അടുത്ത ഭയങ്കര ഒരു ബ്ലെസ്സിങ് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ചില പർവ്വതം നീ ചവിട്ടിക്കയറി മുകളിൽ ചെന്നാൽ അവിടെ വെച്ച് നിനക്കും നിന്റെ തലമുറയ്ക്കുമുള്ള ഭയങ്കര ബ്ലെസ്സിങ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ്, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളിച്ചത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയോ കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കൂ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ സന്തതിക്കുമുള്ള, നിന്റെ തലമുറയ്ക്കുമുള്ള വാഗ്ദത്തം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പർവ്വതം കണ്ട് നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. കുന്നുകൾ കണ്ട് നീ ഹല്ലേലൂയ മടിച്ചു നിൽക്കണ്ട. ആ പർവ്വതത്തിനപ്പുറത്ത് നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തം, നിന്റെ തലമുറയോടുള്ള ദൈവിക ഇടപെടൽ. പർവ്വതത്തിനകത്തേക്ക് വേദനയോടെ ഒരുവശ കയറി ചെന്നത് തന്റെ മകനെ കൊടുക്കുവാൻ, തന്റെ മകനെ യാഗം കഴിക്കുവാൻ ഒരപ്പന മകന്റെ കയ്യും പിടിച്ച് കയറി ചെല്ലുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച ദൈവമക്കളെ. എന്തൊരു വേദന അനുഭവിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ നമ്മുടെ നെഞ്ചു പിടയും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും ഒന്ന് മാറി നിൽക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. 10 മിനിറ്റ് അവരെ കണ്ടില്ലെങ്കിൽ, അവരുടെ ഒരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നോക്കിക്കേ, ആ മനുഷ്യന്റെ മനസ്സേ, ആമേൻ, ഹല്ലേലൂയ. പർവ്വതത്തിന്റെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, ഓരോ കാല് ചവിട്ടുമ്പോഴും, അടുത്ത മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ തലമുറ എൻ്റെ കൈകൊണ്ട് പക്ഷേ ആ വേദന കൊണ്ട് അതൊന്ന് ചവിട്ടിക്കയറാമെങ്കിൽ, ഈ വേദന കൊണ്ട് നീ ഒന്ന് ചവിട്ടിക്കയറി ചെല്ലാമെങ്കിൽ, നിനക്ക് വേണ്ടി അവിടെ ഒരു ദൈവപ്രവൃത്തിയും നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തവും അവിടെ മറഞ്ഞു കിടക്കുകയാ. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ചില തലമുറയോടുള്ള വാഗ്ദത്തങ്ങൾ പർവ്വതത്തിനകത്ത്, ചില തലമുറയോടുള്ള വാഗ്ദത്തങ്ങൾ പർവ്വതത്തിനകത്ത്. ഒരു സാധാരണ വാഗ്ദത്തമല്ല. അവിടെ പറയുക, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ. ഹല്ലേലൂയ. നീ പർവ്വതം കയറി ചെന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ. അടുത്തത്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. അടുത്ത പദം അവിടെ എഴുതി വെച്ചിരിക്കുക, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണത്തെ കൈവശമാക്കുമെന്ന്. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ മേൽ അത്രയും വലിയ പ്രോമിസ് വീഴണമോ, അത്രയും വലിയ വാഗ്ദത്തം വീഴണമോ? ഈ പർവ്വതം കയറി ചെല്ല, ഈ പർവ്വതം കയറി ചെല്ല. വില കൊടുക്കാതെ, വില കൊടുക്കാതെ, ഹല്ലേലൂയ, വില കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി, ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലം, നാളെ നിന്റെ തലമുറയുടെ വാഗ്ദത്തങ്ങളാണ്. നാളെ നിന്റെ തലമുറയുടെ മേൽ കിടക്കണ്ട. എനിക്കറിയത്തില്ല, എന്തോ ചില മാതാക്കളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഇന്ന് നിന്റെ പായ്ക്കകത്ത് വീഴുന്ന കണ്ണുനീരില്ലേ, ഇന്ന് നിന്റെ പായ്ക്കകത്ത് വീഴുന്ന കണ്ണുനീരില്ലേ, മാതാവേ, നാളെ നിന്റെ തലമുറയുടെ മേൽ വീഴേണ്ട വാഗ്ദത്തങ്ങളാ. ശരീരം ബലഹീനമായിട്ടും നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ നിരന്തരം ഉപവസിക്കുന്നുണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടോ? പർവ്വതത്തിൽ എനിക്കറിയത്തില്ല, ചിലരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വീഴുന്ന ഞാൻ കാണുന്നു. അറിയാതെ ചില കണ്ണുനീരുകൾ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ. പർവ്വതത്തിനകത്ത് വെച്ച് നിന്റെ തലമുറയോടൊരു ഭയങ്കര വാഗ്ദത്തം.
പർവ്വതം കയറിയത് വെറുതെയല്ല, പർവ്വതം കയറിയത് വെറുതെയല്ല. അബ്രഹാമെ വേദനപ്പെട്ട കയറി വന്നത്, പക്ഷെ വെറുതെയല്ല. പലപ്പോഴും രാത്രി പകലാക്കി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? തമ്പുരാൻ നിന്നെ അറിയാതെ തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ടോ? പലരും കിടന്നുറങ്ങുമ്പോൾ, പലരും ഹല്ലേലൂയ സുഖമായി വിശ്രമിക്കുമ്പോ അറിയാതെ നീ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സില, പ്രാർത്ഥിച്ചോ, നിന്റെ സന്തതി ഹല്ലേലൂയ ശത്രു പട്ടണങ്ങളെ കൈവശമാക്കുമെന്ന്. നിന്റെ സന്തതി ശത്രു പട്ടണങ്ങളെ കൈവശമാക്കും. ചില പർവ്വതങ്ങൾക്കകത്തേക്ക് നിന്നെ കയറ്റിക്കൊണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ? ഇത്രയും വലിയൊരു പ്രോമിസ് നിനക്ക് കൈമാറാനാ. ഹോറാമ സന്ദര പ്രഭാരിയ പ്രബലം. എനിക്കറിയത്തില്ല, ചില മാതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ചില പർവ്വതങ്ങൾ ഈ ദിവസങ്ങളിൽ ചവിട്ടിക്കയറുന്നത് വലിയൊരു പ്രോമിസ് നീ കേൾക്കാൻ തുടങ്ങുക. വീനാന്റി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഷാറാഖസ് ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, തലമുറകളുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ റെഡി ആയിക്കൊള്ളാൻ കാതുകളിൽ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു ദൈവ ശബ്ദം, തലമുറകളോടുള്ള ദൈവ ശബ്ദം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. പർവ്വതത്തിനകത്തുകൂടെ തമ്പുരാൻ കയറ്റിക്കൊണ്ടു പോകുന്നത് വെറുതെയല്ല. പർവ്വതത്തിനകത്തുകൂടെ ദൈവം കയറ്റിക്കൊണ്ടു പോകുന്നത് വെറുതെയല്ല. തലമുറയോടുള്ള വാഗ്ദത്തം അതിന്റെ പുറകിലുണ്ടെന്ന്, തലമുറയോടുള്ള ദൈവശക്തം അതിന്റെ പുറകിലുണ്ടെന്ന്. അതാവേ കരയുന്നത് വെറുതെയല്ല, കണ്ണുനീരൊഴുക്കുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. പർവ്വതം കയറിയപ്പോ അബ്രഹാം ചിന്തിച്ചില്ല, ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല, ഭാര്യയോട് പെർമിഷൻ ചോദിച്ചില്ല, നമ്മുടെ മോനെ കൊണ്ടുപോട്ടെ, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കാ സങ്കടം വഹിച്ച് ദൈവത്തിന്റെ വാക്കൊക്കെ അനുസരിച്ച് അതൊക്കെയാ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം സങ്കടം കാണും. എന്നിട്ടും യാഗപീഠം സെറ്റ് ചെയ്തു, മകനെ കയറ്റി കിടത്തി, കൈയും കാലും കൂട്ടിക്കെട്ടി, വിറകടുക്കി, കത്തി ഉയരത്തിലേക്ക് പൊക്കുമ്പോൾ കത്തിമുനയിൽ ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, യഹോവ പ്രത്യക്ഷനായി. നിന്റെ അവസാന നിമിഷങ്ങളില്ലേ, ഇനിയില്ലെന്ന് നീ പറയുന്ന ചില സമയങ്ങളില്ലേ, ഇനിയില്ലെന്ന് അവസാനിച്ചെന്ന് പറയുന്ന ചില ഇടങ്ങളില്ലേ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അവിടെ പ്രത്യക്ഷനാകുന്നു. ഷേർലി വർക്കിയാൻഡി, ദൈവം അവിടെ പ്രത്യക്ഷനാകും. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഭയങ്കരമായ ചിലരുടെ അകത്തൊക്കെ ഭയങ്കര ഹല്ലേലൂയ ചില വേദനകളൊക്കെ ഹല്ലേലൂയ ഇന്ന് രാത്രി മാറുന്നത് പോലെ കഠിനമെന്ന് തോന്നിയ ചിലത് ഇന്ന് രാത്രി ചിലർ ഈസിയായി കയറാൻ തുടങ്ങുകയാ. കഠിനമെന്ന് തോന്നിയത് ചിലത് ഈസിയായി കയറിച്ചെന്ന് യഹോവയുടെ ദൈവ ശബ്ദത്തെ ക്യാച്ച് ചെയ്യാൻ പോകുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഇന്ന് രാത്രി ദൂതനെ വിട്ടുകളയാതെ സ്വീകരിച്ചോ. ചില ദൈവ ശബ്ദങ്ങളെ ക്യാച്ച് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് 2-3 മിനിറ്റുകൾ ഈ വചനത്തെ റിസീവ് ചെയ്താട്ടെ. ചിലരുടെ മേൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അസാധാരണമായ ദൈവത്തിന്റെ ശക്തി തുറന്നു വരുന്നു. പ്രതികൂലത്തിനകത്ത് പർവ്വതത്തിൽ
കുറിവാക്യത്തിൽ പറഞ്ഞു, പർവ്വതത്തിനകത്ത് നിന്റെ കരച്ചിലിന് മറുപടി. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പർവ്വതത്തിനകത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു വിടുതൽ. ഹല്ലേലൂയ, നിന്റെ തലമുറയോടുള്ള പ്രോമിസ്. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1ഉം 2ഉം വേദഭാഗം ആരെങ്കിലും ഒന്ന് എടുത്തവർ വായിച്ചാട്ടെ. ഹോരേബ് വരെ കൊണ്ടുവന്നു. അടുത്ത രണ്ടും കൂടെ ഒന്ന് വായിച്ചു ആൻറ്റി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ താന് കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചെന്നു, ഓടിപ്പോയി ഇപ്പോൾ ഇരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒളിച്ച് താമസിക്കുന്നൊക്കെ വേണമെങ്കിൽ അങ്ങ് പറയാം. താൻ അങ്ങനെ ഇരിക്കുമ്പോൾ, ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പർവ്വതത്തിനകത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദൈവശബ്ദം, തന്നെ പർവ്വതത്തിനകത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ദൈവശബ്ദം. അവിടെ പറയുന്നത്, അവിടെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അപ്പം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ മോശയെ കൊണ്ടുചെല്ലുക. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ആമേ, നീ ഇരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ എങ്ങോട്ടെങ്കിലും ദൈവം ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ചില ദൈവപ്രവൃത്തികൾ കാണിക്കുവാൻ വേണ്ടിയാണ് ചില സാഹചര്യത്തിനകത്തു നിന്ന് നിന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിനക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിനക്ക് ഒത്തിരി ആരാധിക്കുവാൻ കഴിയുന്നില്ല, നിന്നെ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റും. എന്തിനാണെന്നറിയാമോ? കുറച്ചുകൂടി നീ ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ, കുറച്ചുകൂടി നീ ആഴത്തിൽ ആരാധിക്കുവാൻ, നിന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ, നിന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അതുപോലെ പുറത്തു വരുവാൻ നിന്നെ ഇരിക്കുന്ന ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ദൈവം കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, മോശ ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുകയാ. ആടിനെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അപ്പൊ ദൈവത്തിന്റെ അടുത്തു വരെ കൊണ്ടുവന്നു. അവിടെ വരെ ചെന്നാലേ ഇതിനകത്ത് ദൈവപ്രവൃത്തി നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിന്നെ അവിടെ വരെ എന്നിട്ട് പറയാ, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ആ ഭാഗമെല്ലാം നമുക്കറിയാമല്ലോ, വേഗത്തിൽ ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് പോകാം. ഹല്ലേലൂയ. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി അവിടെ കാണുന്നു. ഹല്ലേലൂയ. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നു. ഹല്ലേലൂയ. പക്ഷെ അത് വെന്തു പോകുന്നില്ല. മോശയുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം മോശ കണ്ടിട്ടില്ല. പക്ഷെ ഒത്തിരി കാട്ടുതീ കണ്ടയാളായിരിക്കാം, ഒത്തിരി തീ കത്തുന്നത് കണ്ടു കാണും. പക്ഷെ അതെല്ലാം വെന്ത് ചാമ്പലായി പോകുമ്പോൾ നോക്കിക്കേ, തീ ആളി കത്തുന്നുണ്ട്, പക്ഷെ അതിനകത്ത് നിൽക്കുന്ന മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ചില പർവ്വതങ്ങൾ നീ ചവിട്ടിക്കയറിയാലേ ആരും കാണാത്ത, ആർക്കും കണ്ടുകിട്ടാത്ത, ആർക്കും വെളിപ്പെടുത്താത്ത ചില കാഴ്ചകൾ നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. നിന്റെ പേരിലുള്ള, നിന്റെ അഡ്രസ്സിലുള്ള, അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള നീ പാർക്കുന്ന പട്ടണത്തിലുള്ള ആർക്കും കാണാൻ കഴിയാത്തത് നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആരും കടന്നു പോകാത്ത ചില സാഹചര്യത്തിനകത്തുകൂടെ നീ കടന്നു പോകൂ. ആരും കടന്നു പോകാത്ത ചില പ്രതികൂലത്തിനകത്തുകൂടെ കടന്നു പോകൂ. ആരും അനുഭവിക്കാത്ത ചില കഷ്ടതയ്ക്കകത്തുകൂടെ, ആരും അനുഭവിക്കാത്ത ചില രോഗത്തിനകത്തുകൂടെ, ചില പ്രതിസന്ധിക്കകത്തുകൂടെ, ചില തകർച്ചയ്ക്കകത്തുകൂടെ നീ കയറിപ്പോയാൽ ആർക്കും വെളിപ്പെടുത്താത്ത തരത്തിലുള്ള
നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹോരേബ് പർവ്വതത്തിനകത്ത് കാണിക്കുമെന്ന്. ഇന്നു രാത്രി ആർക്കും കാണാത്ത, ആരും അനുഭവിക്കാത്ത പ്രതികൂലത്തിനകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടോ? ആർക്കും വെളിപ്പെടുത്താത്തൊരു അഗ്നി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരും കാണാത്ത, ഇന്നലെ വരെ ആരും കണ്ടിട്ടില്ലാത്ത, അതിനുശേഷവും ആരും കണ്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ, എവിടെല്ലാം അഗ്നിയുണ്ടോ അവിടെല്ലാം കത്തിച്ചാമ്പലാകുമ്പോ ഒന്നും നശിക്കാത്ത ഒരു സ്വർഗീയമായ കാഴ്ച നിനക്ക് കാണണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ പ്രതിസന്ധിക്കകത്തുകൂടെ നീ കയറിയേ മതിയാകൂ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പർവ്വതത്തിനകത്ത് ഹല്ലേലൂയ ഒരു കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. ഈ കാഴ്ചക്കകത്ത് അടുത്തൊരു നിയോഗം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാന്നറിയാമോ? അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരുവാൻ, അടുത്ത തലമുറയെ, ഹല്ലേലൂയ, കഷ്ടത്തിലിരിക്കുന്ന എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ. മോശേ, ഈ പർവ്വതത്തിനകത്ത് നിന്റെ മേലൊരു നിയോഗം. ഇന്ന് രാത്രി എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയാ, നിയോഗം വീഴണ്ട ആരൊക്കെയോ, അടുത്ത ശുശ്രൂഷയ്ക്ക് കയറേണ്ട ആരൊക്കെയോ ഇന്നെവിടെയോ മറഞ്ഞു കിടക്കുകയാ, ഇന്നെവിടെയോ ഒളിഞ്ഞു കിടക്കുകയാ. സ്വർഗത്തിലെ ദൈവം നിന്നെ ഇന്ന് രാത്രി ചില പർവ്വതത്തിനകത്തേക്ക് ഓടിച്ച് കയറ്റുകയാ. ചിലതിനകത്തു നിന്നൊക്കെ മാറ്റിയിട്ട്, ചിലതിനെയൊക്കെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞിട്ട്, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ മാറ്റിയിട്ട്. ഇന്നലെ വരെ അമ്മായിയപ്പന്റെ വീടിനകത്ത് ഹല്ലേലൂയ ആടുകളെ മേയിച്ച് ഹല്ലേലൂയ അവിടെ താമസിക്കുകയാ, യിത്രോവിന്റെ വീട്ടിൽ താമസിക്കുകയാ. ഇന്ന് നിന്നെ സ്വർഗം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാ. ഇന്ന് ദൈവം നിന്നെ മാറ്റാൻ എന്തോ ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങനെയൊക്കെ ആരോടെ സംസാരിക്കുകയാ. ദൈവം ചില ഇടത്തു നിന്ന് നിന്നെ മാറ്റി പ്ലേസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എന്തിനാണെന്ന് അറിയാമോ? അടുത്ത ഒരു നിയോഗത്തിന് വേണ്ടി, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അടുത്തൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാലങ്ങൾക്ക് മുന്നേ നിന്റെ മേൽ വീണ ദൈവ ശബ്ദമില്ലേ? കാലങ്ങൾക്ക് മുന്നേ നിന്റെ മേൽ വീണ ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തമില്ലേ? അത് നിറവേറുവാൻ ഇന്നു രാത്രി ചിലതിനെ ദൈവം ഉപയോഗിക്കുന്ന. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ചിലരുടെ മേൽ വീണ വാഗ്ദത്തങ്ങൾ ഇന്ന് പുതുതാക്കുകയാ സ്വർഗത്തിലെ ദൈവം. നിന്നെ ഉപയോഗിക്കാൻ കർത്താവിന് ആവശ്യമുണ്ട്. നിന്നെ ഉപയോഗിക്കാൻ ഈ പർവ്വതത്തിനകത്ത് വെച്ച് നിന്റെ മേൽ അടുത്ത നിയോഗത്തെ കൈമാറുന്ന ഈ പർവ്വതത്തിനകത്ത് വെച്ച് അടുത്ത നിയോഗത്തെ കൈമാറുവാൻ ഹല്ലേലൂയ നിന്നെ അടുത്ത നിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ. അടുത്ത നിയോഗത്തിന് നിന്നെ എനിക്കറിയത്തില്ല ആരൊക്കെയോ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി വരുന്ന, കാലങ്ങൾക്ക് മുന്നേ വീണ ദൈവിക വാഗ്ദത്തം നിന്റെ തലമേ കിടക്കുമ്പോ മോശെ, പല കുഞ്ഞുങ്ങളും നിന്റെ പ്രായത്തിൽ ഹല്ലേലൂയ നൈൽ നദിക്കകത്തു ചത്തുപോയപ്പോൾ നിന്റെ അമ്മയ്ക്കും അപ്പനും അറിയാത്തത്, നിന്റെ സഹോദരിക്ക് അറിയാത്തത്, അവർക്കാർക്കും ഹല്ലേലൂയ അറിയാത്തൊരു വാഗ്ദത്തം നിന്റെ മേൽ തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈ പർവ്വതത്തിനകത്ത് വെച്ച് അത് തമ്പുരാൻ കൈമാറുകയാ. ഈ പർവ്വതത്തിനകത്ത് വെച്ച് ദൈവം കൈമാറുകയാ. എന്തോ ചില തലമുറകളുടെ മേൽ ഇന്ന് രാത്രി ഒരധികാരത്തെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ആരാ ദൂത് പിടിക്കുന്നേ? ഹല്ലേലൂയ. ചില തലമുറകളുടെ മേൽ ഹല്ലേലൂയ ഒരധികാരത്തെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. കാലങ്ങൾക്ക് മുന്നേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്റെ തലമുറയുടെ മേൽ വീണ ദൈവ ശബ്ദം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പുതുതാക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് നിനക്ക് നിന്റെ മേൽ വീഴേണ്ട നിയോഗങ്ങളുണ്ട്. പർവ്വതത്തിനകത്ത് നിന്റെ മേൽ വീഴേണ്ട ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് നിന്റെ മേൽ കൈമാറേണ്ട ശുശ്രൂഷകൾ.
പർവ്വതത്തിലേക്ക് കണ്ണുയർത്തുന്നത് വെറുതെയല്ല. പർവ്വതത്തിലേക്ക് കണ്ണുയർത്തിക്കുന്നത് വെറുതെയല്ല. അതിനകത്ത് വെച്ച് ഹല്ലേലൂയ നിന്നോടുള്ള ശുശ്രൂഷയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ പർവ്വതത്തിനകത്ത് നിനക്ക് വേണ്ടത് അടുത്ത നിന്റെ ശുശ്രൂഷയുടെ കൈമാറ്റം, നിനക്ക് വീഴേണ്ട അധികാരം. എനിക്കറിയത്തില്ല, ചിലരോടുള്ള അധികാരത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. ചിലരോടുള്ള അധികാരത്തെ അടുത്ത ജനത്തെ പുറത്തു കൊണ്ടുവരാൻ, എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ, ഹല്ലേലൂയ, എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ പർവ്വതത്തിനകത്ത് നിനക്കൊരു ദൈവ ശബ്ദമുണ്ട്. പർവ്വതത്തിനകത്ത് നിനക്കൊരു ദൈവ ശബ്ദം. അപ്പൊ പർവ്വതത്തിനകത്ത് ഹല്ലേലൂയ നീ പർവ്വതത്തിലേക്ക് കണ്ണുയർത്തിയാൽ വെറുതെയല്ല ദൈവമക്കളെ. പർവ്വതത്തിലേക്ക് കണ്ണുയർത്തുന്നതൊന്നും ഹല്ലേലൂയ വെറുതെയായി പോകത്തില്ല. പർവ്വതത്തിലേക്ക് കണ്ണുയർത്തുന്നത് വെറുതെയായി പോകത്തില്ല. അതിനകത്ത് വിടുതലുണ്ട് കേട്ടോ, അതിനകത്ത് വിടുതലുണ്ട്. ഹോരേബോളം ഓടിച്ചെല്ലുവാൻ, ഹോരേബോളം ഓടിച്ചെല്ലുവാൻ. ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവിനെ ഓടിച്ചു കയറ്റി. എന്തിനാ? ഹോരേബോളം. ശകരമനഹതിരിയാദന വൈഡാലബാർദന പ്രബലഘടകസിയ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് ദൈവപ്രവൃത്തി കാത്തിരിപ്പുണ്ട്. ഈ വചനം നമ്മൾ പഠിച്ചാൽ പർവ്വതത്തിൽ മുട്ടുകുത്തിയവർ, പർവ്വതത്തെ തൊട്ടവർ, ഹല്ലേലൂയ, അതിനകത്ത് കയറി ചെന്നവരെല്ലാം വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഹോരേബോളം ഓടിച്ചെന്നു. ഹല്ലേലൂയ. സീനായി പർവ്വതത്തിൽ കയറി. ഹല്ലേലൂയ. പെട്ടകം മുഴന്നു നടന്നു. പക്ഷെ ഉറപ്പിക്കുന്നത് പർവ്വതത്തിനകത്താ. നീ എവിടെ ഉഴന്നു നടന്നാലും, നീ എവിടെ കഷ്ടപ്പെട്ടാലും പർവ്വതത്തിൽ നിന്നെ ഉറപ്പിക്കും. പർവ്വതത്തിൽ നിന്നെ ഉറപ്പിക്കും. ശംദുരാധന. ഇന്നേതെങ്കിലുമൊക്കെ പ്രതികൂല പർവ്വത സമമായ വിഷയങ്ങൾ കണ്ട് നീ ഭാരപ്പെടുന്നുണ്ടോ? പർവ്വതത്തിനകത്ത് യഹോവ പ്രത്യക്ഷനാകും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവം പ്രത്യക്ഷനാകണമെന്ന്. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം ഇന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാ. എനിക്കറിയാം ഈ ആഴ്ച ചിലരുടെ വിഷയത്തിനകത്ത് ദൈവം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ദൈവം പ്രത്യക്ഷപ്പെടാൻ ഹോലാബാർദന പ്രബാലിയ ഉടമനഘടകസി പരിശുദ്ധാത്മാവ് അലസ്യ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. മോശ ദൈവ ശബ്ദം കേട്ടതുപോലെ പർവ്വതത്തിനകത്ത് വെച്ച് മോശയുടെ മേൽ ഒരധികാരത്തെ കൈമാറിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒന്നുകൂടെ ചില ഹല്ലേലൂയ ശുശ്രൂഷകളെ ദൈവം ഉറപ്പിക്കുന്ന ആഴ്ചയാണെന്ന്. ഹല്ലേലൂയ. ചിലയിടത്ത് കർത്താവ് ഉറപ്പിക്കുന്ന ആഴ്ചയാണെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ഹുഡറബലബ ശംദുരാധന. പർവ്വതത്തിനകത്ത് ഹല്ലേലൂയ യഹോവ പ്രത്യക്ഷനാകും. പർവ്വതത്തിനകത്ത് യഹോവ പ്രത്യക്ഷനാകും. പർവ്വതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പർവ്വതത്തിനകത്ത് ഒരു വിടുതലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, നിന്റെ വിഷയം പരിഹരിക്കപ്പെടാൻ, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിന് മറുപടി കാണാ. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത്, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത്. ഉറമല ജീബറബല ബൗഡിയാല ഭാഷ്യാം തലപ്രഭാരിയ അതരാജകൽ ഖനാദികക്ഷപ്രബല ഘടകസിയ.
വലിയ ദൈവ സാന്നിധ്യം ചലിക്കുന്നല്ലോ. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എനിക്കൊരു നിയോഗത്തെ തരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന്, യഹോവയിങ്കൽ നിന്ന്, യഹോവയിങ്കൽ നിന്ന് നിനക്ക് സഹായിപ്പാൻ പർവ്വതത്തിനകത്ത് ഒരു കർത്താവുണ്ട്. അബ്രഹാമേ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ പർവ്വതത്തിൽ ഹല്ലേലൂയ യഹോവ പ്രത്യക്ഷനാകും. കയറി ചെല്ലാൻ തയ്യാറാണെങ്കിൽ, കയറി ചെല്ലാൻ തയ്യാറാണെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. കർത്താവേ, ഈ ആഴ്ച ഇവർക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷനാകട്ടെ. യഹോവ പ്രത്യക്ഷനാകട്ടെ. യഹോവ പ്രത്യക്ഷനാകട്ടെ. ഇവർ ചിലത് കാണട്ടെ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് യഹോവ പ്രത്യക്ഷമായാൽ ഹല്ലേലൂയ ഞങ്ങൾ ചിന്തിക്കാത്ത ചിലത് സുബിസിസ്റ്ററെ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി പ്രവചിക്കുന്നു. അടുത്ത 20 ദിവസം നിന്റെ ലൈഫിനകത്ത് ചില ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിക്കുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ജൂഡാലാബാര ഹസതേരിയാദല അർഥാലഗക്ഷ പ്രബലഘടകസിയ. ഒത്തിരി ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് അടുത്ത 20 ദിവസത്തിനകം കർത്താവിൻ്റെ കരം ഇറങ്ങുന്നത് ഹല്ലേലൂയ നീ ഡയറക്റ്റായി കാണുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവാലോചന കൈമാറുന്നു. സന്തല പ്രഭാരിയ ഹർത്താലഗർത്തന പ്രബല. പർവ്വതത്തിനകത്ത് കയറി ചെന്ന ഹല്ലേലൂയ അബ്രഹാമിന് വേണ്ടി യഹോവ പ്രത്യക്ഷപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ ചില വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം പ്രത്യക്ഷനാകുന്ന കർത്താവേ, ജനത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ജോയിൻ ചെയ്ത എല്ലാവരുടെ മേലും അത് സംഭവിക്കട്ടെ. കർത്താവേ, ഒരു ദൈവത്തിൻ്റെ വിടുതലുകൾ ഇവരുടെ മേൽ തുറക്കുന്നത് കൊണ്ട് സ്തോത്രം. യഹോവ ഇവർക്ക് പ്രത്യക്ഷനായി ആ വിടുതലുകൾ ഇവരുടെ തലമുറകളോടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യണം. വിടുതലുകൾ അയക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് നിലവിളിക്കും, അവൻ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളും. ആമേൻ. ഹല്ലേലൂയ. പർവ്വതം ഹല്ലേലൂയ, ഇതിനകത്തു നിന്ന് നിനക്ക് ഉത്തരമുണ്ട്. ഇതിനകത്ത് നിനക്ക് മറുപടിയുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇതേ ലിങ്കിൽ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ മന്ത്ലി മീറ്റിംഗ് മാവേലിക്കരയിൽ വെച്ചുള്ള മീറ്റിംഗ് വരുന്ന സാറ്റർഡേ, അതായത് ജൂലൈ 5-ാം തീയതി ഹല്ലേലൂയ സാറ്റർഡേ 10:30 മുതൽ 1 മണി വരെ നടക്കുന്നു. നിങ്ങൾക്ക് സാഹചര്യമുള്ളവർ എല്ലാവരും അവിടെ കടന്നു വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഒരുമിച്ചുള്ള കൂട്ടായ്മ കൂടുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ആർക്കെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും സാക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയാനുള്ള സാഹചര്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. Okay.